അങ്ങനെ ഒരു 2012 ഇദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള വരവ്. അത് ശരിക്കും സൽമാൻ ഖാൻ തന്നെയാണ് ഈ പറയുന്ന പോലെ സാജിദ് നാദിയവാല എന്ന് പറയുന്ന ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ അദ്ദേഹത്തോട് ഇങ്ങനെ ജാക്കി ഷറഫിൻ്റെ മകനെ ലോഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പറ്റിയ ഒരു ലോഞ്ച് ഈ പറഞ്ഞ പോലെ ജാക്കി ഷറഫും വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് മകനെ ലോഞ്ച് ചെയ്യാൻ നോക്കിയത്. അങ്ങനെ എന്താ പറയുക ലോഞ്ചിങ് ചെയ്യുന്ന ഒരു സിനിമ വന്നത് ഹീറോപന്തി എന്ന് പറയുന്ന ആ ഒരു പിൻകാലത്ത് ആ ഒരു പേരിട്ടു. അപ്പോൾ ആ ഒരു സബ്ജക്റ്റാണ് അന്ന് തിരഞ്ഞെടുത്തത്. അത് ശരിക്കും ഒരു ആക്ഷൻ ഹീറോ എന്താ പറയുക ആക്ഷൻ ഹീറോ ആയിട്ട് ഒരു പൊതുമുഖത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയൊരു സബ്ജക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു സിനിമ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അത് ശരിക്കും ഒരു റീമേക്കാണ്, ഒരു തെലുങ്ക് സിനിമയുടെ റീമേക്കാണ്. അല്ലു അർജുൻ അഭിനയിച്ചൊരു തെലുങ്ക് സിനിമയാണ്. ആ തെലുങ്ക് സിനിമ നമ്മൾ മലയാളികൾ കണ്ടിട്ടുണ്ട്. കൃഷ്ണ എന്ന പേരിൽ ആ സിനിമ നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം ഓടിയിട്ടുണ്ട്. നമുക്കറിയാം ഒരു ആര്യ എന്ന് പറയുന്ന ഒരു സിനിമ 2006 ഇവിടെ ഇറങ്ങിയപ്പോൾ അതിനുശേഷം അല്ലു അർജുൻ്റെ ഒരുപാട് സിനിമകൾ ഇവിടെ ഇറങ്ങിയിരുന്നു. ഇന്നും അല്ലു താരമാണ്. നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് പ്രത്യേകിച്ച് തെലുങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുടക്കം കണ്ടു വളർന്നത് ഒരു പക്ഷേ അല്ലു അർജുൻ്റെ സിനിമകളായിരിക്കും. ഒരു 2K കിഡ്സ് അല്ലെങ്കിൽ 90s കിഡ്സ് ഒക്കെ കൂടുതൽ കണ്ടിട്ടുള്ളത് അല്ലു അർജുൻ സിനിമകളൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ അല്ലു അർജുൻ്റെ ആ ഒരു റീമേക്ക് സിനിമയിലെ ഹീറോപന്തി എന്ന് പറയുന്ന ആ ഒരു സിനിമയിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ തുടക്കം.